നമ്മളിപ്പോൾ അടുത്ത കഫേയിലേക്ക് വന്നില്ല. അപ്പോൾ അസിഘട്ടിലുള്ള കഫേയാണ്. അസിഘട്ട് തന്നെ നേരെ മുന്നിൽ കാണുന്നത് നിങ്ങൾ എന്താ പിസേറിയ വാറ്റിക്ക കഫേ അതാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് വന്നത്. അവിടെ എന്തെല്ലാം ഫുഡ് ഉണ്ട് എന്നൊന്ന് നോക്കട്ടെ, എന്തെല്ലാം കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള അപ്പോൾ ഇതും പരതി പിടിച്ചിട്ടാണ് ഇവിടെ രണ്ടാമത് വന്നത്. ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇത് പരതി പിടിച്ചിട്ടാണ് ഇവിടെ രണ്ടാമത് വന്നത് ഈ കഫേയിലേക്ക് വരേണ്ടിയിട്ട് മാത്രമായിട്ട്. എവിടെയാ എന്താ എൻ്റെ മോനെ ഇവിടെ നമുക്ക് ഇരിക്കാൻ വെച്ചാൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ വേറെ എവിടെ എന്ന് പറയാം, വേറെ ഷെൽഫോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് എന്താ പറയുക ചെറിയ ചെറിയ മരങ്ങളും പിന്നെ ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പക്ഷെ നല്ല തണലും ഉണ്ട് കേട്ടോ. ഒലിവ് ഓയിലാക്കിയതല്ല നമ്മൾ ഓർഡർ ചെയ്യുന്നതിന്. ഒലിവ് ജപ്പാനിയും മഷ്റൂം ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചക്ക വരട്ടിയില്ലേ, നമ്മുടെ നാട്ടിൽ ചക്ക വരട്ടും അതേപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് വെച്ചാൽ എന്നാൽ പിസേൻ്റെ ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ബൂസ്റ്റ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ എനിക്കങ്ങനെ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ രണ്ടാൾ ഒരു പിസ്സ കണ്ടില്ല, ഒരു പിസ്സ പിന്നെ ഒരു ആപ്പിൾ പൈൻ്റെ ഒരു പീസ്, അത് ഡെസേർട്ടാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് പിസ്സക്ക് 450, ആ പീസിന് 120 രൂപയാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഏകദേശം അത്രയായി 660 രൂപയായി. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറെ വേറെ സ്ഥലത്ത് പോയിട്ട് ഓരോന്നിൻ്റെ ഓരോ രുചി അറിയാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇന്നലെ ചെറുതായിട്ട് കഴിച്ചിട്ട് ചെറുതായിട്ട് പണി പാളിയിട്ടുമുണ്ട്. ഈ ഇതേപോലെയുള്ള ഫേമസ് ആയ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് കിട്ടിയിട്ട് ചെറുതായിട്ട് വയറിനൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം വാരണാസിയിൽ ഇപ്പോൾ എത്ര ദിവസം നമ്മളിവിടെ ഉണ്ടാവുമെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല.